എല്ലാവർക്കും നമസ്കാരം. 4-ാം ദിവസം അയോധ്യാകാന്ഡമാണ്. ധർമ്മകൾ അൻപുള്ളതത്തെ വരികടോ താമസശീലമകറ്റേണമാശുനി രാമദേവൻ ചരിതാമൃതമിനിയും ആമോദമുൾക്കൊണ്ടു ചൊല്ലൂ സരസമായി. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാം അകലും പല ജാതിയിലും സങ്കടമേതും വരികയുമില്ലല്ലോ. പങ്കജനേത്രൻ കഥകൾ കേട്ടിടിനാൻ. ഭാർഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ട് അയോധ്യാപുരിപുക്ക. താതനോടും നിജമാതൃജനത്തോടും ദാതൃ സുതനാങ്കുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടോ ഒന്നിച്ച് മെദിനീ പുത്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയകമ്പുക്ക്. വന്നിതു സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നെ നാനാഗുണഗണം കാണുകയാൽ. രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ കദ്രൂസുതഗണഭൂഷണ വിഭൂഷിതൻ ചിദ്രുപനദ്വയൻ മൃത്യുഞ്ജയൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഞ്ജനൻ. രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമ ഭദ്രകഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രുതമാതുല്യാധരിയായ ഗൗരിയായ അദ്രീസുതയുമായ ആനന്ദവിവശയായി ഭർത്തൃപാദ പ്രമാണം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവമരുൾ ചെയ്തു. നാരായണൻ നളി നായതലോചനൻ നാരീജന മനോമോഹനൻ മാധവൻ നാരദസേവൻ നളിനാസനപ്രിയൻ നാരകാരാദി നളിനേശ്വര ഗുരു നാഥൻ സരഹൻ നാനാജഗന്മയൻ നാദവിദ്യാത്മകൻ നാമസഹസ്രവാൻ നാളീകരമവ്യവദനൻ നരകാരി നാളിക ബാന്ധവം വംശസമുത്ഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമഫലപ്രദൻ രാക്ഷസവംശ വിനാശനകാരണൻ സാക്ഷാൽ മുകുന്ദനാനന്ദപ്രദൻ പുമാൻ ഭക്തജനോത്തമ ഭുക്തി മുക്തിപ്രദൻ ശക്തി വിമുക്തൻ വിമുക്ത ഹൃദി സ്ഥിതൻ വ്യക്തനവ്യക്തനനന്ദനാമയൻ ശക്തിയുക്തൻ ശരണാഗത വത്സലൻ നക്തഞ്ജരേശ്വരനായ ദശാസ്യന് മുക്തി കൊടുത്തവൻ ചന്ദ ചരിത്രങ്ങൾ നക്തന്തിവൻ ജീവിതാവധികൾക്കിലും തൃപ്തിപരാമമ വേണ്ടിയില മുക്തിയും ഇത്തം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്ത്യാ പരമേശ്വരനോട് ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി കേട്ടുകൊള്ളുന്നരുളി ചെയ്തു. എങ്കിലൊരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപാരായണൻ മംഗളദേവതാകാമുകൻ രാഘവൻ അങ്കജനാശന വന്ദിതൻ കേശവൻ അങ്കജലീല പൂണ്ടന്തപുരത്തിങ്കൾ മംഗളഗാത്രിയാം ജാനകി തന്നോടും നീലോൽഫലദള ശ്യാമള വിഗ്രഹൻ നീലോൽഫലദള ലോല വിലോചനൻ നീലോപലാഭൻ നിരുപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിത ദേഹനായി രത്നസിംഹാസനം തന്മേൽ അനാകുലം രത്നദണ്ഡം പൂണ്ടവൻ ചാമരം കൊണ്ട് പത്നിയാ വിജിതനായ തീ കോമളൻ ബാലനിശാകര ബാലദേശേ ലസൽ
മാലേയ ഭംഗമലങ്കരിച്ചങ്ങനെ ബാലാർക്ക സന്നിഭകോസ്തുഭകന്ധരൻ പ്രാലേയഭാനു സമാനനായ സമം ലീലയാ താമ്പൂല ചർവണാദ്യൈരനുവേലം നീ വിനോദിച്ചിരുന്നരുളും നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ. മുക്തശരചന്ദ്രതുല്യ തേജസ്സോടും ശുദ്ധസ്ഫടിക സംഘാസ ശരീരനായി സത്വരമമ്പരത്തിങ്കൽ നിന്നാദരാൽ തത്രൈവ വേഗാൽ അവതരിച്ചിടിനാൻ. ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ. പാദ്യാസനാജമനീയാർഘ്യപൂർവകമാദ്യേന പൂജിതനായൊരു നാരദൻ തന്നിയോഗത്താൽ ഇരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ട് നന്ദിച്ചു സാദരം മന്ദം മുനിവരൻ തന്നോട് അരുൾ ചെയ്തു. വന്ദേ പദം കരുണാതിഥേ സാമ്പ്രതം. നാനാ വിഷയസംഘം പൂണ്ടുമേ വിനമാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവപാദവങ്കേരുകം കണ്ടുകൊള്ളുവാൻ അതിദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തോരു പുണ്യഫലോദയം കൊണ്ടുകാൺമാനവകാശവും വന്നിത് പുണ്ടരീകോത്ഭവ പുത്ര മഹാമുനി. എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോനിധേ. എന്നാൽ ഇതിനെന്തു കാര്യമെന്നും പുനരെന്നോട് അരുൾ ചെയ്യുക വേണം ദയാനിധേ. എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം. മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ. ഇത്തമാകർണ രഘുവരൻ തന്നോട് ഭുക്തഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാം മുനി വീരനെ നോക്കി സരസമരുൾ ചെയ്തു. എന്തിനിന്നെ മോഹിപ്പതിന്നു നീ സന്തതല്ലോകാനുകരികളാകെ അതി ചാതുര്യമുള്ളൊരു വാക്കുകൾ ഏറ്റവും മാധുര്യമോട് ചൊല്ലിയിടുന്നതിങ്ങനെ. മുക്തങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ട് ചിത്തമോഹം വളർക്കേണ്ട രഘുപതേ. ലൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ. യോഗേശനായ നീ സംസാരി ഞാനെന്ന് ലോകേശ ചൊന്നത് സത്യമത്രേ ദൃഢം. സർവജഗത്തിനും കാരണഭൂതനായി സർവമാതാവായ മായ ഭഗവതി സർവജഗൽപിതാവാകിയ നിന്നുടെ ദിവ്യ ഗ്രഹണീയാകുന്നതു നിർഗുണം. ഇരേഴു ലോകവും നിന്റെ ഗ്രഹമപ്പോൾ ചേരും ഗ്രഹസ്ഥനാകുന്നതെന്നുള്ളതും. നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും. അർണോജ സംഭവനാദി തൃണാന്തമായി ഒന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്ന പത്യം പുനരാകയാലൊക്കും പറഞ്ഞതു സംസാരി എന്നതും ഇക്കണ്ട ലോക ജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ. ശുക്ലരക്താസിതവർണഭേദം പൂണ്ട് സത്വ രജസ്തമോ നാമഗുണത്രയയുക്തനായിടിന വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ ഭക്തിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം ത്വയോക്തമതിനില്ല സംശയം. പുത്രമിത്രാർത്ഥകളത്ര വസ്തുക്കളിൽ സക്തനായുള്ള ഗൃഹസ്ഥൻ മഹാമതേ. ലോകത്രയ മഹായോ ഗേഹത്തിനു ഭവാൻ ഏകനായോരു ഗൃഹസ്ഥനാകുന്നതും
നാരായണൻ നീ രമാദേവി ജാനകി മാരാരിയും നീയോ മാദേവി ജാനകി സാരസ സംഭവനായതും നീ തവ ഭാരതി ദേവിയാകുന്നതും ജാനകി ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി ശീതകിരണൻ നീ രോഹിണി ജാനകി ആദിദേയാദിപൻ നീ ശജി ജാനകി ജാത വേദസു നീ സ്വാഹാമഹീസുത അർക്കജൻ നീ ദണ്ഡനീതിയും ജാനകി രക്ഷോവരൻ ഭവാൻ താമസി ജാനകി പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി ശക്രദൂതൻ നീ സദാഗതി ജാനകി രാജരാജൻ ഭവാൻ സമ്പൽക്കരി സീതാ രാജരാജൻ നീ വസുന്ധര ജാനകി രാജപ്രഭരാ കുമാര രഘുപതേ രാജീവലോചന രാമദയാനിധി രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി സ്വർദ്രുമം നീലതാരൂപിണി ജാനകി വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സൽഗുണ വാരിധേ യാതൊന്നു പുല്ലിംഗവാചകം വേദാന്ത വേദ്യന്തൽ സർവഭൂമേവനി ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകീ ദേവിയും നിങ്ങളിരുവരും എന്നിയെ മറ്റൊന്നുമെങ്ങുമേ കണ്ടില്ല കേൾപ്പാനുമില്ലല്ലോ അങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞറിഞ്ഞിങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗൽപദേ മായയാ മൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂനമവ്യാകൃതമായതും പിന്നെ അതിങ്കൽ നിന്നുള്ളൂ മഹത്വത്വം എന്നതിങ്കൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗം അതിങ്കൽ നിന്നുർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും എന്നതഹങ്കാര ബുദ്ധി പഞ്ചപ്രാണ ഇന്ദ്രിയജാല സംയുക്തമായി ഒന്നല്ലോ ജന്മമൃതി സുഖദുഃഖാദികളുണ്ട് നിർമ്മലന്മാർ ജീവൻ എന്നു ചൊല്ലുന്നതും ചൊല്ലാവതല്ലാതാനന്ദതി വിദ്യാഖ്യയെ ചൊല്ലുന്നു കാരണോപാധി എന്നും ചിലർ സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാ ചിത്തിനുള്ളോരുപാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതു അന്യൂനനാംബരൻ ത്വത്തിയുക്തൻ വിഭോ സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോ പരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാംബരൻ പരമാത്മാവു രാജീവലോചനയാകുന്ന നീയല്ലോ നിങ്ങൾ നിന്നുണ്ടായി വരുന്നിതു ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങളെത്രേ ലയിക്കുന്നതുമൊക്കവേ നിങ്ങളിയാകുന്നിതൊക്കെ ഓർക്കും വിധോ കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപ ജീവനും ജഞ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ട് ഭയത്തെ വഹിക്കുന്നു നേരെ പരമാത്മാ ഞാൻ എന്നറിയുമ്പോൾ തീരും ഭയഭവ മൃത്യു ദുഃഖാദികൾ തൊൽക്കഥാനാമശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും തൊൽപാദപങ്കജ ഭക്തി മുഴുക്കുമ്പോൾ തൊൽബോധവും മനക്കാമ്പിലുദിച്ചിടും ഭക്തി മുഴുത്തു തത്വജ്ഞാനം ഉണ്ടായാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം തൊൽഭക്ത ഭൃത്യഭൃത്യന്മാരിലേഖനെ ആത്മജ്ഞനാം എന്നെയും കരുതേണമേ മായയാൽ എന്നെ മോഹിപ്പിയായേ ജഗന്നായക നിത്യം അനുഗ്രഹിക്കേണമേ തൊന്നാഭിപങ്കജത്തിങ്കൽ നിന്നേകത മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിത നിന്നുടെ പുത്രനായി ഭക്തനായി മേവിനോ എന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചെന്നിവണ്ണം പറഞ്ഞിടിനാൻ നാരദൻ ആനന്ദബാഷ്പ പരിപ്ലുത നേത്രനായി
വീണാധരൻ മുനി പിന്നെയും ചൊല്ലിന. ഇപ്പോൾ ഇവിടേക്ക് ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവൻ തന്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം മർത്യനായി വന്നു ജനിച്ചു ദശരഥപുത്രനായി എന്നതോ നിശ്ചയമെങ്കിലും പൂജനായ ഒരു ഭവാനെ ദശരഥൻ രാജ്യരക്ഷാർത്ഥം അഭിഷേകം ഇക്കാലം ചെയ്യുമാറെന്നൊരുമ്പെട്ടിരിക്കുന്നത് നീയും അതിനനുകൂലമായി വന്നിടും. പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാനെന്നും അവകാശമുണ്ടായി വരായല്ലോ. സത്യത്തെ രക്ഷിച്ചുകൊള്ളുകെന്നോട് സത്വരം ചെന്നു പറകെന്നരുൾ ചെയ്തു. സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ട് വിസ്മൃതനായി വരും. ഇത്തരം നാരദൻ ചൊന്നത് കേട്ടിന് അതിനുത്തരമായി അരുൾ ചെയ്തിതു രാഘവൻ. സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ, ചിത്തേ വിഷാദമുണ്ടാകായതുമൂലം കാലവിളംബരമെന്തീനെന്നല്ലല്ലീ മൂലമതിനുണ്ടതും പറഞ്ഞിടുവൻ. കാലാവലോകനം കാര്യസാധ്യം നൃണം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. പ്രാരാബ്ധ കർമ്മഫലൗഖ അക്ഷയം വരും നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാർക്കുമേ. കാരണമാത്രം പുരുഷപ്രയാസമെന്നാരും അറിയാതിരിക്കയുമില്ലല്ലോ. നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ, നാളീക ലോചനൻ പാദങ്ങൾ തന്നാണ്. പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടുവാണിടുവൻ. എന്നാൽ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ട് യാതു ദാനാന്വയനാശം വരുത്തുവാൻ സത്യമിതെന്നരുൾ ചെയ്തു രഘുപതി ചിത്തപ്രമോദേന നാരദനന്നേരം. രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന നീണ്ട നമസ്കാരവും ചെയ്ത് ദേവമുനീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ട് ദേവലോകം ഗമിച്ചിടിനാൻ ആദരാൽ. നാരദരാഘവ സംവാദം ഇങ്ങനെ നേരെ പഠിക്ക താൻ കേൾക്കതാൻ ഓർക്കതാൻ. ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യന് മുക്തി ലഭിക്കും, അതിനില്ല സംശയം.